കല്യാണം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അതിന്റെ പുറകെയുള്ള ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് രാവിലെ തന്നെ കല്യാണത്തിനായിട്ട് നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറത്തെ യാത്ര എങ്ങാണ്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുമളിക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ റിസപ്ഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തേച്ചെടുക്കാൻ വേണ്ടി പോവാം. നേരം വെളുത്ത ആദ്യത്തെ പരിപാടി അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ആ ഒരു പെട്ടി നിറച്ച ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ അവന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിട്ട് കുഞ്ഞായതുകൊണ്ട് തന്നെ അവന്റെ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മൂശിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അണിച്ചിക്കും പൈസക്കും വേണ്ടിയിട്ടുള്ള ഷർട്ടിന്റെ എല്ലാം ഞാൻ കൈ വരെ മടക്കിയായിരുന്നു അങ്ങോട്ട് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പത്തിരിയൊക്കെ അങ്ങോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അണിച്ചി പൈസ കൂടെ കൂടിയിട്ട് മുടി വെട്ടാൻ പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്നത്. അതിന് കൂടെ തന്നെ ആയിട്ട് അത്തച്ചും കവലിക്ക് പോകാനായിട്ട് അങ്ങനെ ഓട്ടോയിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛനൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അത്തച്ചി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ നമ്മുടെ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കറി ഇന്നലെ നമ്മൾ വെച്ചാണ് കേട്ടോ. അത് രാവിലത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കനും ബ്രെഡൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം